വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രസാദ്, EP ജയരാജന്റേതല്ല ഈ പുസ്തകം എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ ടൈറ്റിൽ പോലും എനിക്കറിയില്ല, അതൊന്നുമല്ല പുസ്തകത്തിൽ വരാൻ പോകുന്നത് എന്നുകൂടി EP പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അടഞ്ഞ അധ്യായമാണെന്ന് MV ഗോവിന്ദൻ പറയുമ്പോഴും വലിയ ചർച്ച തന്നെയാണ്. ഇക്കാര്യത്തിൽ DC-യുടെ ഒരു ഔദ്യോഗിക വിശദീകരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ആരാണ് ഈ പുസ്തകത്തിന് പിന്നിൽ എന്നതാണ് നമുക്കറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. വിനീത, ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് ഇങ്ങനെയൊരു വിവാദമുണ്ടാകുന്നത്. രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച് വരുന്നത്. അങ്ങനെ വാർത്ത പ്രസിദ്ധീകരിച്ച് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ രാത്രി 8 മണിയോടുകൂടി DC ബുക്സിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും വന്ന EP ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അതായത് EP ജയരാജൻ്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പ് വടയും ഉടൻ പ്രസിദ്ധീകരിക്കുന്നു എന്ന നിലയിലായിരുന്നു ഇന്നലെ DC ബുക്സ് ഇങ്ങനെയൊരു അറിയിപ്പ് നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വാർത്ത വന്നതും പിന്നീട് ഈ ബുക്കിലേതെന്ന പേരിലുള്ള കണ്ടന്റ് പുറത്തേക്ക് വരുന്നതും. അതായത് EP ജയരാജൻ എഴുതിയതെന്ന പേരിൽ പുറത്തേക്ക് വന്ന കണ്ടന്റിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് CPIM-നെതിരെ ഉള്ളത്, പല നടപടികൾക്കെതിരെയും ഉള്ളത്. സമീപകാലത്ത് നടന്ന പല രാഷ്ട്രീയ വിഷയങ്ങളും വളരെ ഗഹനമായി പരിശോധിക്കുന്ന രീതിയിൽ EP ജയരാജൻ്റെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കണ്ടന്റിലുണ്ട് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പുറത്തു വന്നതോടുകൂടി EP ജയരാജൻ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തി. അതിൽ റിപ്പോർട്ടർ ചാനൽ വളരെ വ്യക്തമായി EP ജയരാജൻ നമ്മളോടായി പറയുകയും ചെയ്തു, ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. താൻ എങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. മാതൃഭൂമിയും DC ബുക്സും ഇതിനകം തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ ആർക്കും അതിനുള്ള അധികാരം താൻ കൊടുത്തിട്ടില്ല. മാത്രമല്ല ആത്മകഥ ഇതുവരെയും എഴുതി തീർന്നിട്ടില്ല എന്നുള്ളതാണ് EP ജയരാജൻ്റെ വിശദീകരണം. അതിലാകെ നടന്നത് താൻ എഴുതിയ ഭാഗങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് EP ജയരാജൻ പറയുന്നത്. മാത്രമല്ല പുറത്ത് വന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ അതൊന്നും താൻ എഴുതിയതല്ല എന്ന് EP ജയരാജൻ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ നിയമ നടപടി സ്വീകരിക്കുമെന്നും താൻ എഴുതാത്ത കാര്യങ്ങൾ തൻ്റെ പുസ്തകമായി താൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു എന്ന EP ജയരാജൻ്റെ തുറന്നു പറച്ചിൽ കൂടി മാധ്യമങ്ങളിൽ വന്നതോടെ ഈ പ്രസാധനം മാറ്റിവെക്കുന്നു, നിർമ്മിതിയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ എന്ന് പറഞ്ഞ് DC ബുക്സ് രംഗത്ത് വരികയാണ്. പക്ഷേ ഈ പറയുന്ന പുറത്തു വന്ന കണ്ടന്റ് അത് ഈ പുസ്തകത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഉച്ചയ്ക്ക് ഈ സമയം 2 മണി കഴിയുമ്പോഴും DC ബുക്സ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിലുള്ള ഒരു കാര്യം, ഇനിയിപ്പോൾ ഇത് EP ജയരാജൻ എഴുതിയത് തന്നെയാണെങ്കിലും EP ജയരാജൻ അങ്ങനെ തന്നെ വെച്ചാലും EP ജയരാജൻ ഇപ്പോൾ പറയുന്നത് അത് തൻ്റേതല്ല, തൻ്റെ കണ്ടന്റ് അല്ല എന്ന് EP ജയരാജൻ പറയുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് വെച്ച് ഈ പുസ്തകം ഇറക്കാൻ DC ബുക്സിന് കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല എങ്കിൽ DC ബുക്സ് ഇതിനകം തന്നെ വിശദീകരണം ഇറക്കേണ്ടതുണ്ട്. EP ജയരാജനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കരാറിൻ്റെ പകർപ്പ് DC ബുക്സ് പുറത്തുവിടണം. കാരണം EP ജയരാജൻ ഇതിനകം തന്നെ നിഷേധിച്ചിട്ടുമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഈ കണ്ടന്റോട് കൂടി തന്നെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ദിവസം EP ജയരാജൻ ഈ കാര്യം തുറന്ന് പറഞ്ഞില്ല എങ്കിൽ ഈ പുസ്തകം എങ്ങനെ വിശ്വസ്തയോടെ ആളുകൾ വായിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ DC ബുക്സിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് ഏറെ പ്രധാനമാണ് വിനീത.